ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി 12 ശേഷം ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 2 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുണ്ട്. അതും കൂടാതെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒന്ന് ഓടിച്ചു പോവുകയാണ് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് വന്നതെന്നുള്ള നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളിൽ ഒന്നാമത്തത് ഒരു തമിഴ് സിനിമയാണ്, ഡ്രാമ ഫാമിലി മൂവിയാണ്. കിട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഒരു ത്രില്ലർ മൂവിയാണ്, ഹിന്ദി മൂവിയാണ്. ഔട്ട് ഓഫ് ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അതൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സിനിമയാണ്. രാക്ഷസ കാവ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. റീച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായിട്ടാണ് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ്, സിംപ്ലി സൗത്ത്, ടെൻറ്റ് കോട്ടൈ, 2 OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. മാർഗ തിങ്കൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റിവെഞ്ച് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ്. ഒരു കടത്തനാടൻ കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് വൈകുന്നേരം റിലീസ് ചെയ്തു. അടുത്തത് ഒരു എന്താ പറയുക, ഒരു സീരീസാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ദ ഫ്രീലാൻസർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. അതായത് രണ്ടാമത്തെ സീസണിലെ 5, 6, 7 എപ്പിസോഡുകളാണ് വന്നിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് സീസൺ. ഈ സെക്കൻഡ് സീസണിലെ കംപ്ലീറ്റ് എപ്പിസോഡുകൾ റിലീസ് ചെയ്തു. ഹിന്ദി സീരീസാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ഫാമിലി മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV+ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ലേബൽ എന്ന് പറഞ്ഞൊരു സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. തമിഴ് സീരീസാണ്. ഈ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു മലയാള സിനിമയാണ്. നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് Netflix വഴിയാണ് ഈ ഒരു കോമഡി റൊമാൻറ്റിക് അല്ല ഒരു ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ളത്, ഡിസംബർ മാസം 15-ാം തീയതി. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബ്ലാക്കനിങ് എന്നാണ് സിനിമയുടെ പേര്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. അടുത്ത ഒരു സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ പോലീസ് ഫോഴ്സ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ഹിന്ദി സീരീസാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ജനുവരി മാസം 19-ാം തീയതിയാണ് ഈ ഒരു സീരീസ് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തത്. ഹിന്ദി സീരീസ് ആണെങ്കിൽ പോലും മറ്റു ഭാഷയിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു സീരീസിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നാളെ, ടീസറൊക്കെ നാളെ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തത് ഫാലിമി എന്ന മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ പറഞ്ഞതാണ്. എന്നാലും പലരും ചോദിക്കുന്നുണ്ട്, ഇന്ന് 15-ാം തീയതി ആയിരുന്നു, ഇന്ന് ഫാലിമി റിലീസ് ചെയ്തില്ലെന്ന് ചോദിച്ചിട്ട്. ആദ്യം ഫാലിമി 15-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരുന്നു അവർ ഒഫീഷ്യലി പുറത്തു വിട്ടിരുന്നെങ്കിലും അത് അവർ പോസ്റ്റ്പോൺ ചെയ്ത് 18-ാം തീയതിയിലേക്ക് മാറ്റിയിരുന്നതാണ്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു സംഭവം. ആ ഒരു വീഡിയോ കാണാത്തവരായിരിക്കും എന്നോട് പിന്നെ ചോദിച്ചത്. അപ്പോൾ 15-ാം തീയതി എന്നുള്ളത് 18-ാം തീയതിയിലേക്ക് അവർ തന്നെ ഒഫീഷ്യലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഫാലിമി എന്ന് പറഞ്ഞ സിനിമ Disney+ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറേ സിനിമകളും സീരീസുകളും കണ്ടിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ചെയ്തു വെച്ചിരുന്നു. എനിക്ക് എൻ്റെ ഫോണിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റി. അതുകൊണ്ട് അതൊന്നും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. എന്തായാലും ഞാൻ നാളെ ചെയ്യുന്നതാണ്. പിന്നെ ഫൈറ്റ് ക്ലബ്ബ് എന്ന സിനിമ നാളെ രാവിലെ കാണാൻ പോകുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.